CITU-കാർ അല്ലാത്തവർക്ക് കേരളത്തിൽ സമരം ചെയ്യാൻ കഴിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണാത്തത് കൊണ്ടാണ് ആശാവർക്കർമാർക്ക് സമരം ചെയ്യേണ്ടി വന്നത്. പാർട്ടിക്കാർ മാത്രം പോരെന്നും കേരളത്തെ ഒന്നായി കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും AK ആന്റണി ആവശ്യപ്പെട്ടു. സ്വന്തം പാർട്ടിക്കാർ മാത്രം മതി. ഈ കേരളത്തെ ഒന്നായി കാണാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ആശാ ആൾക്കാർ അവിടെ സമരം ചെയ്തായിരുന്നു. അപ്പോൾ CITU-കാരല്ലാത്തവർക്ക് കൂടെ സമരം ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ്, അപ്രഖ്യാപിതമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ളത്. ആ നിലപാടുള്ള കാലത്തോളം ഈ ഗവൺമെൻറ്റിനെ ഇന്ന് കേരളത്തിലെ വളർന്നു വരുന്ന യുവലോകത്തിൻ്റെ ആശങ്കകൾ, അവരുടെ ദേഷ്യം, രോഷം, അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. കേരളത്തിലെ ചെറുപ്പക്കാരിന്ന് ഒരു അരക്ഷിതാവസ്ഥയിലാണ്. കേരളത്തിലെ ശമ്പളം 10, 12, 15 ശരാശരി, അതിനേക്കാൾ കൊടുത്ത് കുറവാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി ജീവിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ട് ഓടാൻ ശ്രമിക്കുന്നത്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ചെറുപ്പക്കാർക്ക് ഇന്നത്തേതിനേക്കാൾ നല്ല വരുമാനം വേണം. അതിനെന്തെങ്കിലും പരിപാടി ഗവൺമെൻറ് കയ്യിലുണ്ടോ? സ്റ്റാർട്ടപ്പ് കൊണ്ട് കേരളത്തിൽ തൊഴിലാളി പരിഹരിക്കാൻ പോകുന്നില്ല. സ്റ്റാർട്ടപ്പ് അതിനൊരു ഭാഗം മാത്രമാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കാൻ എന്താ പരിപാടി കേരള ഗവൺമെൻറ്? എന്തെങ്കിലും പരിപാടിയുണ്ടോ? അതിന് പരിപാടിയില്ലെങ്കിൽ കേരളം ഒരിക്കലും ഇതുവരെ കാണാത്ത അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ യുവകേരളം, കേരള യുവത്വം, വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നൊരു കാലം വിദൂരമല്ല എന്നാണ് എൻ്റെ വിശ്വാസം.